ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പെൻഷൻ തുക നൽകാത്തതിന് മുത്തശ്ശിയെ ചെറുമകൻ കൊല്ലപ്പെടുത്തി. കൊല്ലം ചവറയിലാണ് അതിദാരുണമായ സംഭവം. ചവറ സ്വദേശിനി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. ചെറുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ കേട്ടാൽ തന്നെ ഞെട്ടലുളവാക്കുന്നൊരു സംഭവം. ഒരു പെൻഷൻ തുക നൽകാത്തതിന് ഒരു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ചെറുമകൻ. എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്തെന്നാണ് പോലീസ് പറയുന്നത്? കൊല്ലം ചവറയിലായിരുന്നു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം തന്നെ പുറത്തറിയുന്നത്. ചവറയിൽ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു മുത്തശ്ശിയോടൊപ്പം ആ മുത്തശ്ശിയുടെ മകൾക്ക് 2 മക്കളുണ്ട്. അതിൽ ഒരാളാണ് ഷഹനാസ്. അങ്ങനെ ഇവർ 4 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഷഹനാസിൻ്റെ അമ്മ ഒരു കല്യാണത്തിന് പോയിരുന്നു. കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ മുത്തശ്ശിയെ തിരക്കി. മുത്തശ്ശിയെ കാണുന്നില്ല. അങ്ങനെ മുത്തശ്ശി അന്വേഷിച്ചപ്പോഴാണ് വീടിനുള്ളിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവം ഉടൻ തന്നെ പ്രദേശവാസികളെല്ലാം അറിഞ്ഞ് ഓടിയെത്തുകയും ചെയ്തു. അപ്പോൾ വീടിനുള്ളിൽ നിന്നും ഷഹനാസ് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ മുത്തശ്ശിയെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ചവറ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഈ ഷഹനാസ് പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഷഹനാസിൻ്റെ പേരിൽ മുൻപും അടിപിടി കേസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ മരണകാരണത്തെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഷഹനാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചവറയിലാണ് പെൻഷൻ തുക കിട്ടാത്തതിന് മുത്തശ്ശിയെ ചെറുമകൻ കൊലപ്പെടുത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.